നമസ്കാരം, ഞാൻ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞ്, ഡയാലൈഫ് ഹോസ്പിറ്റൽ കാസർഗോഡ്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക ജനങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആൾക്കാർക്ക് പ്രമേഹം, അതുപോലെ തന്നെ പ്രമേഹം അനുബന്ധ രോഗങ്ങളെ കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നത്. അതിൽ ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശീലങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. കേരളത്തിൽ 100 ആളെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 28 പേർക്കും ഡയബറ്റിസ് എന്ന് പറയുന്ന, അതായത് ഈ ഷുഗർ എന്ന് പറയുന്ന ഈ ഒരു അസുഖം കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നവരാണ് കാണപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലെ പ്രീ ഡയബറ്റിക് സ്റ്റേജ്, അതായത് ഷുഗർ വരുന്നതിന് മുമ്പത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. അങ്ങനെയുള്ള രോഗികളുടെ കണക്ക് എടുക്കുകയാണെങ്കിൽ 100ൽ 50 പേരും പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. അപ്പോൾ ഈ 50% പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് അത് റിവേഴ്സിബിൾ ആയിട്ട് നോർമൽ ആവുന്ന ഒരു സ്റ്റേജാണ്. നാം ഈ സമയത്ത് അതിന് വേണ്ട പ്രതിവിധികൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഭക്ഷണം ക്രമീകരിക്കുകയാണെങ്കിൽ, ആരോഗ്യ പ്രവർത്തകരുമായിട്ട് സംസാരിച്ച് അതിന് വേണ്ട ഉപദേശങ്ങൾ തേടുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും, അതായത് ഡയബറ്റിസ് എന്ന സ്റ്റേജിലേക്ക് പോകുന്നതിൽ നിന്നും നമുക്ക് നേടാൻ സാധിക്കും. ഷുഗർ ഫ്രീ കാസർഗോഡ് എന്ന ക്യാമ്പയിനിലൂടെ വേൾഡ് ഡയബറ്റിസ് ഡേയോടനുബന്ധിച്ച് ഈ ഒരു മന്ത്, അതായത് നവംബർ 1 മുതൽ നവംബർ 30 വരെയുള്ള ഈ ദിവസങ്ങളിൽ കാസർഗോഡ് ഡയാലൈഫിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയുടെ എല്ലാ പഞ്ചായത്തുകളിലും, അതുപോലെ തന്നെ നമ്മുടെ സ്കൂള്, അതുപോലെ കോളേജുകളിലൊക്കെ ഈ ഒരു രോഗത്തിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഡയാലിസിസ് സെന്റർ, അതുപോലെ തന്നെ ഫിറ്റ്നസ് സെന്റർ, ഇത്തരത്തിലുള്ള സെന്ററുകളിൽ പോയി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തോടെ കാസർഗോഡ് ഡയാലൈഫ് ഹോസ്പിറ്റൽ മുൻകൈ എടുത്ത് ഇതിന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമാവുക. നമുക്ക് 2031 ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള 30% ഡയബറ്റിക് എന്നതിന് നമുക്ക് അതിന് താഴോട്ടേക്ക് ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഈ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഇത്തരത്തിലുള്ള എല്ലാ ക്യാമ്പുകളിലും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.